A tank is filled with water to a height of 12.5 centimeter. അത്ര എളുപ്പമൊന്നുമല്ല, ശ്രദ്ധിച്ചിരുന്നോളേ എല്ലാവരും. ഗൗരി ശ്രദ്ധിച്ചിരിക്കുക. A tank is filled with water. A tank is filled with water to a height of 12.5 centimeter. The apparent depth of a needle lying at the bottom of the tank is measured by a microscope is 9.4 centimeter. What is the refractive index of the water? If water is replaced by a liquid of refractive index 1.63 up to the same height, by what distance would the microscope have to be moved to focus on the needle again? എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലമാണ്. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സൊല്യൂഷൻ പറയാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഒരു ടാങ്ക് ഉണ്ട്. എന്തുണ്ട്? ഒരു ടാങ്ക് ഉണ്ട്. ഇതിനകത്ത് ഫുൾ വാട്ടറാണ്. ഇനീഷ്യലി വാട്ടർ എന്നാണ് പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഇനീഷ്യലി ഇതിനകത്ത് എന്താണുള്ളത്? വാട്ടറാണ്. ഈ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. ഈ ടാങ്കിനകത്ത് വാട്ടറാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റ്, ഐ മീൻ ഡെപ്ത്ത് അല്ലേ, ഇതിൻ്റെ റിയൽ ഡെപ്ത്ത് 12.5 സെൻറ്റിമീറ്റർ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് റിയൽ ഡെപ്ത്ത്. ഇവിടെ താഴെയായിട്ടൊരു നീഡിലുണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ടൊരു നീഡിലുണ്ട്. അതിൻ്റെ ഇമേജ് കുറച്ച് മുകളിലായിട്ട് ലിഫ്റ്റായിട്ടാണ് കാണുന്നത്. ഇത് നീഡിൽ N, അതിൻ്റെ ഇമേജ് N'. അത് സ്വല്പം ലിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ തോന്നുക. അപ്പോൾ അപ്പാരൻ്റ് ഡെപ്ത്ത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പാരൻ്റ് ഡെപ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അപ്പാരൻ്റ് ഡെപ്ത്ത് DA എന്ന് പറയുന്നത്. D എന്ന് പറഞ്ഞാൽ റിയൽ ഡെപ്ത്ത്. അപ്പോൾ അപ്പാരൻ്റ് ഡെപ്ത്ത് ഓഫ് ദി നീഡിൽ ലൈങ് അറ്റ് ദ ബോട്ടൽ ഓഫ് ദ ടാങ്ക് ഈസ് മെഷേർഡ് ബൈ എ മൈക്രോസ്കോപ്പ്. അപ്പാരൻ്റ് ഡെപ്ത്ത് ഈസ് ഗിവൺ ബൈ 9.4 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ടർ അല്ലേ, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? ഫസ്റ്റ് പാർട്ട് ഭയങ്കര സിമ്പിളാണ്, ഇത് മറന്നോവല്ലേ കേട്ടോ നിങ്ങൾ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇവിടെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ μ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. സാധാരണ N എന്നാണ് എഴുതാറ്, പക്ഷെ നമ്മൾ ഫോർമുല എഴുതാൻ വേണ്ടി ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിനോട്ട് ബൈ μ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കാര്യം. ഓക്കെ, അപ്പാരൻ്റ് ഡെപ്തിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞതാണ്. നമ്മളെ കയ്യിൽ ഫോർമുല ഉണ്ട്. അപ്പാരൻ്റ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ഡെപ്ത് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫ്ലൂയിഡാണ്. ഇതൊന്ന് അറേഞ്ച് ചെയ്യുക. നമുക്ക് എന്താ μ വേണ്ടേ? നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ ആണ് വേണ്ടത്. ഒന്നുമില്ല, ഇതൊന്ന് വെറുതെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അറേഞ്ച് ചെയ്യാം. ഇതൊന്ന് ചുമ്മാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അറേഞ്ച് ചെയ്യാം. D/DA. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഗിവൺ ബൈ ദ റിയൽ ഡെപ്ത്ത് ബൈ അപ്പാരൻ്റ് ഡെപ്ത്ത്. റിയൽ ഡെപ്ത്ത് 12.5 സെൻറ്റിമീറ്റർ. അപ്പാരൻ്റ് ഡെപ്ത്ത് 9.4 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററൊക്കെ വെട്ടിപ്പോവും. വെറുതെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഞാനിതൊന്ന് കാൽക്കുലേഷൻ ഒന്ന് എഴുതട്ടെ. അപ്പോൾ ഇവിടെ 12.5 ഡിവൈഡഡ് ബൈ 9.4. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഒന്നുമില്ല നമുക്കറിയാമല്ലോ. അപ്രോക്സിമേറ്റ്ലി 1.3 ആണ്. വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.3 ആണ്. അപ്പോൾ എല്ലാവരും ഇത്രയൊന്ന് എഴുതിയിരിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതാൻ ടൈം പോവും മിക്കവാറും. അപ്പോൾ നിങ്ങളത് റെഫറൻസ് എഴുതി വെക്കുക. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ 9.3 ആണിത്. 9 എന്ന് പറഞ്ഞാൽ 9th ചാപ്റ്റർ 3rd പ്രോബ്ലം ആണിത്. അപ്പോൾ ഇത്രയും എഴുതിയിരിക്കുക. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. ഇത് എടുക്കുക. ഇത്രയും മനസ്സിലായെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യാം. ഒരാളും കൂടി ജോയിൻ ചെയ്യാനുണ്ടല്ലോ, ഒരു മിനിറ്റ്.
അപ്പോൾ ഓക്കെ അല്ലേ എല്ലാവരും? ആരും ഡൗട്ട് ചോദിക്കണില്ലല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ ഇത്രയും പറഞ്ഞത്? ഐഷ റെക്കോർഡ് ക്ലാസ് നോക്കണം കേട്ടോ ഐഷ. എന്നാലിത് അതെ റെക്കോർഡ് ക്ലാസ് നോക്കിയാൽ നല്ലപോലെ ക്ലിയർ ആയിക്കോളും. കഴിഞ്ഞ ക്ലാസ്സിൽ റിഫ്രാക്ഷൻ എടുത്തിരുന്നു. ഇവിടം വരെ ക്ലിയർ ആയോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ? ഓക്കെ. ഐഷ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരു ടാങ്കിനകത്ത് ഫുള്ള് വാട്ടറാണ്. നമ്മളിവിടെ താഴെ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അത് സ്വല്പം ലിഫ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അപ്പാരൻ്റ് ഡെപ്ത് കാണാനുള്ള ഫോർമുലയാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ റിഫ്രാക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഐഷ. റെക്കോർഡ് ക്ലാസ് നോക്കിയാൽ മതി, മനസ്സിലായിക്കോളും. സോ ദ സെക്കൻഡ് പാർട്ട് ഇവിടെ നോക്ക്. സെക്കൻഡ് പാർട്ടിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ മാറ്റാണ്. ഈ വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടർ മാറ്റിയിട്ട് വേറൊരു ഫ്ലൂയിഡ് നിറയ്ക്കുകയാണ്. വായിച്ചു നോക്ക്. വാട്ട് ഈസ് ഇഫ് ദ വാട്ടർ ഈസ് റീപ്ലേസ്ഡ് ബൈ എ ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.63. അപ്പോൾ നമ്മൾ വേറൊരു ഫ്ലൂയിഡ് വെക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പാരൻ്റ് ഡെപ്തിൽ വ്യത്യാസം വരും, ഉറപ്പായിട്ടും വ്യത്യാസം വരും അല്ലേ? അപ്പോൾ ഇവിടെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ഫസ്റ്റ് പാർട്ട്. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. അവിടെ സെക്കൻഡ് പാർട്ടിൽ പുതിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. ഫ്ലൂയിഡ് വാട്ടർ മാറ്റിയിട്ട് വേറൊരു ഫ്ലൂയിഡ് നിറച്ചു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.63 ആണ്. റിയൽ ഡെപ്ത് മാറുന്നില്ലല്ലോ. ഈ ടാങ്കിൻ്റെ റിയൽ ഡെപ്ത് മാറുന്നില്ല. നീഡിൽ അവിടെ തന്നെ കിടക്കുകയാണ്. റിയൽ ഡെപ്ത് പഴയ റിയൽ ഡെപ്ത് തന്നെയാണ്. പക്ഷേ അപ്പാരൻ്റ് ഡെപ്ത് എന്തായാലും മാറും. ഈ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി മാറുമ്പോൾ അപ്പാരൻ്റ് ഡെപ്തിൽ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം. മൈക്രോസ്കോപ്പ് എത്ര സെൻറ്റിമീറ്റർ നീക്കണം എന്നുള്ളത് അത് ഞാനിത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ അപ്പാരൻ്റ് ഡെപ്ത് എന്താ പറഞ്ഞത് നമുക്ക് നോക്കിയാലോ. അപ്പാരൻ്റ് ഡെപ്ത് കാണാനുള്ള ഫോർമുല റിയൽ ഡെപ്ത് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിയൽ ഡെപ്ത് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചെയ്താൽ അപ്പാരൻ്റ് ഡെപ്ത് കിട്ടും. റിയൽ ഡെപ്ത് മാറുന്നില്ല എന്തായാലും. ഫ്ലൂയിഡ് മാറ്റിയാലും നമ്മൾ റിയൽ ഡെപ്ത് മാറുന്നില്ല. മ്യൂ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ന്യൂ ഫ്ലൂയിഡ്. പുതിയതായിട്ട് വെച്ചിരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.63 ആണ്. കാൽക്കുലേഷൻ ഒന്നും ഞാൻ ഇവിടെ പറയില്ല കേട്ടോ. കാൽക്കുലേഷൻ സ്കിപ്പ് ചെയ്യാണ്. അതൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ നോക്കുക. നിങ്ങൾ 1.6 എന്നൊക്കെ അപ്രോക്സിമേറ്റ് ചെയ്തോ, കുഴപ്പമില്ല. 12.5 ഡിവൈഡഡ് ബൈ 1.63 ചെയ്ത് കഴിയുമ്പോൾ 7.7 വരും സെൻറ്റിമീറ്റർ. അപ്പാരൻ്റ് ഡെപ്ത് 7.7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് ഇത് നോക്കുന്നത്. നമ്മൾ ഇമേജ് വാച്ച് ചെയ്യുന്നത് ഒരു മൈക്രോസ്കോപ്പ്. ഇവിടെ ഒരു മൈക്രോസ്കോപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഈ മൈക്രോസ്കോപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ എൻഡാഷ് വാച്ച് ചെയ്യുന്നത്. എൻഡാഷ് ഈസ് ദ ഇമേജ് ഓഫ് ദ നീഡിൽ. ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ വാട്ടർ ആയിരുന്നപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ ഫോക്കസ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വാട്ടർ മാറ്റിയിട്ട് വേറെ ഫ്ലൂയിഡും വെക്കുമ്പോൾ എൻഡാഷ് കുറച്ച് മാറിയിട്ടുണ്ട്. എൻഡാഷ് 1 സെൻറ്റിമീറ്റർ ലിഫ്റ്റ് ആയി കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പും 1 സെൻറ്റിമീറ്റർ മുകളിലോട്ട് നീക്കണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ആലോചിക്കേണ്ട. എൻഡാഷ് 5 സെൻറ്റിമീറ്റർ മുകളിലോട്ട് ഉയർന്നാൽ മൈക്രോസ്കോപ്പും 5 സെൻറ്റിമീറ്റർ മുകളിലോട്ട് നീക്കിയാലേ എനിക്ക് ഇയാളെ ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ശ്രദ്ധിച്ച് കേൾക്ക്. നേരത്തെ ഉണ്ടായിരുന്ന അപ്പാരൻ്റ് ഡെപ്ത് എത്രയായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്ന അപ്പാരൻ്റ് ഡെപ്ത് 9.4 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതായത് ഇമേജ് നേരത്തെ ഉണ്ടായിരുന്ന ഇമേജ് 9.4 സെൻറ്റിമീറ്ററിലായിരുന്നു. ഇപ്പോഴത്തെ ഇമേജിൻ്റെ പൊസിഷൻ 7.7 ഷിഫ്റ്റായി. നേരത്തെ 9.4 ഉണ്ടായിരുന്നു അപ്പാരൻ്റ് ഡെപ്ത്. ഇപ്പോൾ അത് മാറിയിട്ട് 7.7 ഷിഫ്റ്റായി. അപ്പോൾ ഷിഫ്റ്റ് മനസ്സിലായല്ലോ. ഷിഫ്റ്റ് ഓഫ് ഇമേജ്, വെർട്ടിക്കൽ ഷിഫ്റ്റ് ഇൻ ഇമേജ് എന്ന് എഴുതിയാൽ പോരെ. ഇമേജിൽ ഉണ്ടായ ഷിഫ്റ്റ്. നേരത്തെ ഉണ്ടായിരുന്നത് അപ്പാരൻ്റ് ഡെപ്ത് 9.4, അതായത് ഇമേജ് 9.4 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് 7.7 ആയി. അപ്പോൾ ഇമേജിൽ വരുന്ന വെർട്ടിക്കൽ ഷിഫ്റ്റ് ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. 1.7 സെൻറ്റിമീറ്ററിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആൾ മനസ്സിലായല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. മനസ്സിലായില്ലേ? നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന എൻഡാഷ് വാട്ടർ മാറ്റിയൊക്കെ ഇവിടത്തേക്ക് പോയി.
അപ്പോൾ വാട്ട് ഈസ് എ വെർട്ടിക്കൽ ഷിഫ്റ്റ്? ഇവിടെ ഉണ്ടായിരുന്ന ഇമേജ് ഇങ്ങോട്ട് ഷിഫ്റ്റായി. അപ്പോൾ നമ്മൾ ആ അപ്പാരൻ്റ് ഡെപ്തിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. അപ്പോൾ ഇത് എത്ര ഡിസ്റ്റൻസ് ഷിഫ്റ്റ് ആവുന്നോ അത്രയും ഡിസ്റ്റൻസ് മൈക്രോസ്കോപ്പ് പുറകിലോട്ട് നീക്കണം കാണാൻ വേണ്ടി. അപ്പോൾ ഷിഫ്റ്റ് ഇൻ ഇമേജ് 1.7 ആണ്. അപ്പോൾ മൈക്രോസ്കോപ്പ് നീക്കേണ്ട ഡിസ്റ്റൻസ് 1.7 സെൻറ്റിമീറ്റർ മൈക്രോസ്കോപ്പ് മുകളിലോട്ടൊന്ന് ഒരു മുകളിലോട്ടൊന്ന് നീക്കിക്കഴിഞ്ഞാൽ പുതിയ ഇമേജ് കാണാൻ പറ്റും. ഇതൊന്ന് എഴുതിയെടുക്കുക. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചോ. എല്ലാവരും എഴുതിയെടുക്കുക. മനസ്സിലാവാത്തവർ ചോദിക്കണം കേട്ടോ. ഓക്കെ. ഐഷ കേട്ടല്ലോ, സേതുലക്ഷ്മി, ഗൗരി, ഗോകുൽ. ഇത് കംപ്ലീറ്റ് ആയെങ്കിൽ റേസ് ഹാൻഡ് ചെയ്യാം. ഗൗരി ഓക്കെ ആണ് അല്ലേ? സേതുലക്ഷ്മി ഓക്കെ. ഒരു മിനിറ്റ് കേട്ടോ. ഗോകുലിന് മനസ്സിലായോ? ഗോകുല് അടുത്തതിലോട്ട് പോവാം അല്ലേ? കംപ്ലീറ്റ് ആയല്ലോ. വേറൊരു റിസൾട്ട് ഉണ്ട്. ഇതിൻ്റെ ഫോർമുല ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ് 9.16. ഇതിൻ്റെ ഫോർമുല വരുന്നുണ്ട്, അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് എക്സാമിന് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു തിയറി, ഒരു ഫോർമുല പറഞ്ഞു തന്നിട്ട് ഞാൻ ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഏത് 9.16. ഇത് വേറൊരു റിസൾട്ടാണ് കേട്ടോ. ഇത് വേറൊരു റിസൾട്ടാണ്. ഇതല്ല, ഇത് വേറൊരു സംഭവമാണ്. ഈ പ്രോബ്ലം ആൻസർ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഡിസ്കസ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിട്ടില്ല കേട്ടോ, എന്നാലും ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ഗ്ലാസ് ലാബിൻ്റെ കാര്യമാണ്. ഗ്ലാസ് ലാബ് ഇതെന്താ സംഭവം? ഇതൊരു ഗ്ലാസ് ലാബാണ്, അല്ലെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയലാണ്. ഞാൻ തൽക്കാലം മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടി ഗ്ലാസ് ലാബ് എന്ന് പറയട്ടെ. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണ് കേട്ടോ, മ്യൂ ആണ്. ഇവിടെ എവിടെയെങ്കിലായിട്ട് ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഞാനിവിടുന്ന് വാച്ച് ചെയ്യാണ്. മനസ്സിലായാലോ? ഞാനിവിടുന്ന് വാച്ച് ചെയ്യാണ്. വാച്ചിങ് ഫ്രം ദിസ് സൈഡ്. അപ്പം ഞാൻ ഗ്ലാസ് ലാബ് വെച്ചിട്ടാണ് ഇയാളെ വാച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ആൾ വല്ല എന്ന് പറഞ്ഞ ആളാണ്. അയാൾ ഒരു പൊടിക്കൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ലിഫ്റ്റ് ആവും. നമ്മൾ ഗ്ലാസ് ലാബ് വെക്കാതെ നോക്കുകയാണെങ്കിൽ അയാളുടെ ഒറിജിനൽ പൊസിഷനിൽ തന്നെ കാണും. പക്ഷേ ഞാൻ ഇടയ്ക്ക് ഒരു ഗ്ലാസ് ലാബ് ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ഞാൻ ഇൻസേർട്ട് ചെയ്തു. എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാൻ നിൽക്കുന്ന സ്ഥലത്തും ഒബ്ജക്റ്റിനും ഇടയ്ക്കായിട്ട് ഞാനൊരു ഗ്ലാസ് ലാബ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇമേജ് ഒരു പൊടിക്കൊന്ന് ലിഫ്റ്റ് ആവും. ഷിഫ്റ്റ് സംഭവിക്കും. ആ ഷിഫ്റ്റ് കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുലയുണ്ട്. മനസ്സിലായാലോ? വെർട്ടിക്കൽ ഷിഫ്റ്റ്. നമുക്കതിനെ വേണമെങ്കിൽ വെർട്ടിക്കൽ ഷിഫ്റ്റ് എന്ന് വിളിക്കാം. നേരത്തെ സംഭവമല്ല, ഇത് വേറെ കാര്യമാണ് കേട്ടോ. വെർട്ടിക്കൽ ഷിഫ്റ്റ്. എയിലുണ്ടായിരുന്ന ആൾ ഒരു സ്വല്പം ലിഫ്റ്റ് ചെയ്തതായി കാണും. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടാവുന്നത് തിക്നെസ് തന്നിട്ടുണ്ട്. ഈ ഗ്ലാസ് ലാബിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? തിക്നെസ് നമുക്ക് തന്നിട്ടുണ്ട്. ടി ആണത്. ഡി എന്നല്ല ഞാൻ ഡിനോട്ട് ചെയ്യണേ. തിക്നെസ് ഡിനോട്ട് ബൈ ടി. പിന്നെ ഗ്ലാസ് ലാബിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വെർട്ടിക്കൽ ഷിഫ്റ്റ് കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുലയുണ്ട്. അത് ബൈ ഹാർട്ടാക്കി വെച്ചോ. പ്രോബ്ലം ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഇത് തിയറി ആയിട്ട് ബുക്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പ്രോബ്ലം ഉണ്ട്. വെർട്ടിക്കൽ ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു തിക്നെസ് ഇൻറ്റു ഗ്ലാസിൻ്റെ തിക്നെസ് ഇല്ലേ ഇൻറ്റു 1 - 1 ബൈ മ്യൂ ആണ്.
അപ്പോൾ ഇവിടെ പൊസിഷൻ ഓഫ് ദ ഗ്ലാസ് സ്ലാബ് എവിടെ വെച്ചാലും ഇത് മാറുന്നില്ല. ഈ വെർട്ടിക്കൽ ഷിഫ്റ്റിലുള്ള വേരിയേഷൻ വരില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് സ്ലാബ് കുറച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചാലും എവിടെ വെച്ചാലും ഈ വെർട്ടിക്കൽ ഷിഫ്റ്റിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ പൊസിഷൻ ഓഫ് ദ ഗ്ലാസ് സ്ലാബ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഗ്ലാസ് സ്ലാബ് വെക്കുന്നത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തിനും ഒബ്ജക്റ്റിനും ഇടയ്ക്ക് എവിടെ ഗ്ലാസ് സ്ലാബ് വെച്ചാലും ഈ വെർട്ടിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരുന്നില്ല. തിക്നെസ് ഇൻറ്റു 1 - 1/μ ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇതൊന്നും എല്ലാവരും എഴുതിയെടുത്ത് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ടി ഇൻറ്റു പ്രൂഫ് പറയണില്ല കേട്ടോ, ഇത് ഫോർമുല ബുക്കിൽ കൊടുത്തിട്ടില്ല, പക്ഷെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എല്ലാവരും എഴുതിയെടുക്കുക. കീർത്തി കറക്റ്റ് സമയത്ത് ജോയിൻ ചെയ്യണം കേട്ടോ, കീർത്തി കേട്ടോ. ഇതൊന്ന് എഴുതിയെടുക്കുക. നോട്ടെന്ന് പറഞ്ഞ് എഴുതിയാൽ മതി കേട്ടല്ലോ. ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞാൽ ഇത് എഴുതി കഴിഞ്ഞാൽ പറയണം. ഇതൊന്ന് ബോക്സിനുള്ളിൽ ഇട്ടേക്കണേ. ഗ്ലാസ് സ്ലാബാണ്, ഗ്ലാസ് സ്ലാബ്. കഴിഞ്ഞോ എല്ലാവരും? ഓക്കെ അല്ലേ? എവിടെ ഗൗരി ക്ലിയർ ആണ്. സേതുലക്ഷ്മി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു മിനിറ്റ് ഒരാൾ കൂടി മെസ്സേജ് ചെയ്യാനുണ്ടല്ലോ. സോ കംപ്ലീറ്റഡ്. സോ നമുക്ക് പ്രോബ്ലം നോക്കാം അല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്ക്. ഞാൻ ഇപ്പോൾ വരാം, 2 മിനിറ്റ്. നിങ്ങൾ ആ നേരം കൊണ്ട് ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്ക്. ചെയ്യാൻ പറ്റുമെന്ന് വേണമെങ്കിൽ ശ്രമിച്ച് നോക്കാം. ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? എല്ലാവർക്കും ഞാൻ പറയട്ടെ അങ്ങനെയാണെങ്കിൽ. കിട്ടിയല്ലേ? അപ്പോൾ ഇവിടെ നോക്ക്, ചില ഡാറ്റാസൊക്കെ നമ്മളെ വെറുതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തരുമായിരിക്കും. ഇവിടെ നമുക്ക് തിക്നെസ് ഓഫ് ദ ഗ്ലാസ് സ്ലാബ് ആവശ്യമുണ്ട്. ത്രൂ 15 സെൻറ്റിമീറ്റർ തിക്നെസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു ഗ്ലാസ് സ്ലാബ് വെച്ചിട്ട് നമ്മൾ എന്താ വാച്ച് ചെയ്യണത്? സ്മോൾ പിൻ. ഇവിടെ ഒരു പിൻ വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു പിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആൾ ഒരു സ്വല്പം അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഷിഫ്റ്റ് അല്ലേ വേണ്ടത്? വാട്ട് ഡിസ്റ്റൻസ് വുഡ് ദ പിൻ അപ്പിയർ? യെസ്, ഇതാണ് നമുക്ക് വേണ്ടത്, ഷിഫ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ വെർട്ടിക്കൽ ഷിഫ്റ്റ്. തിക്നെസ് ഓഫ് ദ ഗ്ലാസ് ഇൻറ്റു 1 - 1/μ ആണ്. ആ 50 സെൻറ്റിമീറ്ററും നമുക്ക് ആവശ്യമില്ല. തിക്നെസ് ഓഫ് ദ ഗ്ലാസ് ഇൻറ്റു, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ഗ്ലാസിൻ്റെ തിക്നെസ് വായിച്ചു നോക്ക്. 15 സെൻറ്റിമീറ്റർ തിക്ക് ഗ്ലാസ് സ്ലാബ്. മീറ്ററിലോട്ടൊന്നും ആക്കണ്ട, കാരണം ഇവിടെ നോക്ക്, 15 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 - μ. മ്യൂ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ സെൻറ്റിമീറ്ററിൽ തന്നെ ആൻസർ കിട്ടുകയും ചെയ്യുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. 1 - 1/1.5 ചെയ്ത് വരുമ്പോൾ 1 - 2/3 എത്ര വരും എന്ന് പറഞ്ഞേ? കാൽക്കുലേഷൻ ഒക്കെ സ്കിപ്പ് ചെയ്യാം. പറ. 1 - 1 എന്ത് വരും? 0.3 അല്ലേ? അപ്രോക്സിമേറ്റ്ലി 0.3 വരും അല്ലേ? അതെ. അപ്പോൾ ആൻസർ 4.5 സെൻറ്റിമീറ്റർ. മനസ്സിലായോ എല്ലാവർക്കും? ആരും മിണ്ടുന്നില്ലല്ലോ. ക്ലിയർ അല്ലേ? അപ്പോൾ 4.5 സെൻറ്റിമീറ്റർ ഷിഫ്റ്റ് ആവും. ഡസ് ദ ആൻസർ ഡിപ്പെൻഡ് ഓൺ ദ ലൊക്കേഷൻ ഓഫ് സ്ലാബ്? ഇല്ല, ലൊക്കേഷൻ ഓഫ് സ്ലാബ് എവിടെ ആയാലും ഈ വെർട്ടിക്കൽ ഷിഫ്റ്റ് സെയിം. ഇത് എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി, ക്ലിയർ ആയെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യാം. മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, കുറച്ച് സ്ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ഫിംഗർ യൂസ് ചെയ്തിട്ട് അറിയാമല്ലോ എക്സ്പാൻഡ് ചെയ്യാനും. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. കഴിഞ്ഞാൽ പറയാം. ഓക്കെ.
ക്ലിയർ ആയെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ 9.16 ആണ്. സേതുലക്ഷ്മി ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്തതിലോട്ട് പോവാം. ഇനി നമ്മൾ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് പഠിക്കാൻ പോവാം കേട്ടോ. ഒരു മിനിറ്റ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്, ജസ്റ്റ് ഒരു മിനിറ്റ്. ഇത് നല്ലപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. നെക്സ്റ്റ് ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നമ്മൾ അടുത്ത ടോപ്പിക്കാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതൊരു ഡെൻസർ മീഡിയമാണ്. ഉദാഹരണത്തിന് ഗ്ലാസ്. ഇതെന്താ ഒരു ഉദാഹരണമായിട്ട് കൺസിഡർ ചെയ്യുക. ഇതെന്താണ്? ഒരു ഗ്ലാസ് ആണ്. ഡെൻസർ മീഡിയമാണ്. പുറത്ത് എയർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ലൈറ്റർ മീഡിയം എയർ ആണ് പുറത്തിരിക്കുന്നത്. ഇതൊരു ഡെൻസറാണ്. ഗ്ലാസ്സോ വാട്ടറോ ഗ്ലാസ് ആണെന്ന് കരുതിയാൽ മതി. ഒരു ഡെൻസർ മീഡിയം, ഇവിടെ ഒരു ബൾബോ എന്തോ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ലൈറ്റിൻ്റെ ഒരു സോഴ്സ് വെച്ചിട്ടുണ്ട്. ഈ സംഭവം ലൈറ്റിൻ്റെ ഒരു സോഴ്സാണ്. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലോട്ടും ലൈറ്റ് പാസ് ചെയ്യുമല്ലോ. ലൈറ്റ് റേസ് ഇങ്ങനെ പല പല ഡയറക്ഷനിൽ ലൈറ്റ് പോവുമല്ലോ. ഇവിടെ ഒരു എന്തോ ഒരു ലാമ്പോ എന്തോ വെച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടുന്ന് വരുന്ന ഒരു ലൈറ്റ് റേ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഈ ലൈറ്റ് ഇങ്ങനെ വന്നു, ഇവിടെ എത്തി. ഇത് ഗ്ലാസും പുറത്ത് എയറാണല്ലോ. അപ്പോൾ ഇത് ഡെൻസർ മീഡിയം, പുറത്തുള്ളത് റയറർ മീഡിയം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് ഡെൻസർ മീഡിയം, പുറത്തിരിക്കുന്നത് റയറർ മീഡിയം എന്ന് പറയും. എയറാണത്, എയർ. അപ്പോൾ എങ്ങനെയാണ് ലൈറ്റ് റിഫ്രാക്ഷൻ സംഭവിക്കണതെന്ന് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നോർമൽ വരയ്ക്കും. കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മളവിടെ ഒരു നോർമൽ വരയ്ക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലോട്ട് കടക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു നേരെ പോകുന്നു അല്ലേ? നേരെ തന്നെ പോകുന്നതാണ് നമ്മൾ കരുതിയത്. പക്ഷെ നേരെയല്ല പോവുക. മൂവിങ് എവേ ഫ്രം നോർമൽ. അതായത് നേരെ പോകേണ്ട ആൾ, ഇങ്ങനെ പോകേണ്ട ആൾ നോർമലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യും. നമ്മളത് കേസ് 1 കേസ് 2 ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലോട്ട് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ലൈറ്റ് ഡീവിയേറ്റ് ഫ്രം ദ നോർമൽ. നമ്മൾ ആ പോയിന്റിൽ ഒരു നോർമൽ വരയ്ക്കുക. നേരെ പോകുന്നതിന് പകരം എവേ ഫ്രം നോർമൽ, നോർമലിൽ നിന്ന് ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്ന പോലെ ഇങ്ങനെ പോകും. പഠിച്ചതാണ് കേട്ടോ. ഇതാണ് റിഫ്രാക്റ്റഡ് റേ. റിഫ്രാക്റ്റഡ് റേ ആണ് കേട്ടോ ഇത്. എന്നാൽ നമുക്ക് അടുത്ത റേ നോക്കാം. ഒരുപാട് ലൈറ്റ് റേസ് ഇവിടെ ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്നുണ്ടല്ലോ. എന്നാൽ വേറൊരു ലൈറ്റ് റേ നോക്കാം. ഇതെങ്ങനെ ഒരു റേ നോക്കാം. ഇത് റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക? നോർമൽ വരച്ചു. നമ്മൾ വിചാരിച്ചത് ഇങ്ങനെ നേരെ തന്നെ പോകുന്നതായിരുന്നു. പക്ഷേ ഡീവിയേറ്റ് ഫ്രം ദ നോർമൽ. നോർമലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് എവേ ഫ്രം നോർമൽ. എവേ ഫ്രം നോർമൽ പോയി. ഇനി അടുത്ത ആളെ നോക്കാം. വേറൊരു റേ, നമ്മളെ സോഴ്സ് ഡെൻസർ മീഡിയത്തിലാണ് നമ്മൾ ലാമ്പ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കരുത് ഇങ്ങനെ ഒരു ലൈറ്റ് വന്നു, നോർമൽ വരച്ചു. ഇതിപ്പോൾ ഈ ട്രെൻഡ് മനസ്സിലായല്ലോ? നിങ്ങൾ ലൈറ്റ് ഇങ്ങനെ വളഞ്ഞു പോകുന്നൊരു ട്രെൻഡ് മനസ്സിലായി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഇതിങ്ങനെ അല്ലേ സർഫസിൻ്റെ അടുത്ത് ചെരിഞ്ഞ് പോവാണ് അല്ലേ? ഇങ്ങനെ പോകും തോറും ഈ റിഫ്രാക്റ്റഡ് റേ സർഫസിനോട്ട് അടുത്തോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത പോലെ ആയിട്ട് നമുക്ക് തോന്നുന്നില്ലേ? അങ്ങനെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അല്ലേ പാസിങ് എലോങ് ദ സർഫസ് അല്ലേ? പോയിന്റ് മനസ്സിലായല്ലോ? ഈ രണ്ടിൻ്റെ ബൗണ്ടറി കൂടി പാസ് ചെയ്യും. ആദ്യം ഇങ്ങനെ, പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഒരു സർഫസിൻ്റെ അടുത്തോട്ട് സ്വല്പം ചെരിഞ്ഞു. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ സർഫസ് എലോങ് ദ ബൗണ്ടറി ആയിരിക്കും പോവുക. ഇനി അങ്ങോട്ടുള്ള റേസുകളെല്ലാം, ഇനി ഈ ലാമ്പിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസുകളെല്ലാം റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം സംഭവിക്കില്ല. ഇനി അങ്ങോട്ട് റിഫ്ലക്ഷൻ മാത്രമേ നടക്കുള്ളൂ. അതിൻ്റെ റീസൺ ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. റീസൺ ഒന്നും അറിയേണ്ട, നമ്മൾ ആ ട്രെൻഡ് പഠിക്കുക. ആ ട്രെൻഡ് ഒന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ പോയ ആൾ സർഫസിൻ്റെ അടുത്ത് വെച്ചിട്ട് ചെരിഞ്ഞു, പിന്നെ ഒന്നുകൂടിയും ചെരിഞ്ഞു, പിന്നെയും ചെരിയാണെങ്കിൽ ഉള്ളിലോട്ടേ ചെരിയാൻ പാടുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ഈ ആംഗിൾ കഴിഞ്ഞിട്ടുള്ള പിന്നെ അങ്ങോട്ടെല്ലാം ഇൻറ്റേർണലാണ്. ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് സംഭവിക്കുക. അപ്പോൾ ഈ ആംഗിൾ കഴിഞ്ഞിട്ട് വരുന്ന ലൈറ്റ് റേസുകൾ മുഴുവനും ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്യും. ഒരു ലൈറ്റിൻ്റെ ഒരു പൊടി പോലും പുറത്തോട്ട് കിടക്കില്ല.
ലൈറ്റിൻ്റെ ഒരു പൊടി പോലും പുറത്തോട്ട് കിടക്കില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഒരു തരി പോലും പുറത്തോട്ട് ലൈറ്റ് റേസ് പുറത്തോട്ട് പോവില്ല. ഇവിടം വരെ ലൈറ്റ് റേസുകൾ പുറത്തോട്ട് പോകുന്നുണ്ട്. ഈ ആംഗിൾ കഴിഞ്ഞ് വരുന്ന ലൈറ്റ് റേസുകളൊന്നും പുറത്തോട്ട് പോകുന്നില്ല. ഇറ്റ് വിൽ ബി ഇൻറ്റേർണലി റിഫ്ലക്റ്റഡ്. അപ്പോൾ ഇൻറ്റേർണലി റിഫ്ലക്റ്റഡ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടുന്ന് അല്ലേ? ഇത് കഴിഞ്ഞ് വരുന്ന ആംഗിളെല്ലാം ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. ഞാൻ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ഫോർമുലയുടെ ഡെറിവേഷൻ എഴുതേണ്ട വരും കേട്ടോ. നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിളാണ് അല്ലേ? നോർമലിനും ഇൻസിഡൻറ്റ് റേക്കും ഇടയ്ക്കുള്ള ആംഗിൾ. ഈ ആംഗിളിന് നമ്മളൊരു പേര് പറയും, ക്രിറ്റിക്കൽ ആംഗിൾ എന്നാണ് പറയുക. IC എന്നാണ് പറയുക. അപ്പോൾ എന്താണ് IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയും. ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടിയാണ് വരുന്നത് അല്ല. ഇവിടെ എത്തുമ്പോൾ ഇതിനേക്കാളും സ്വല്പം ഒരു മിനിറ്റ് അതെ ഈ ICനേക്കാളും ഒരു പൊടിക്ക് കൂടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് എബോ ക്രിറ്റിക്കൽ ആംഗിൾ അല്ലേ, ഇവിടുത്തെ ആംഗിളിനേക്കാളും ഒരു പൊടിക്ക് കൂടിയതാണിത്. ഇവിടുന്ന് അങ്ങോട്ട് ആംഗിൾ ഇങ്ങനെ കൂടിയാണ് വരുന്നത് കേട്ടോ. ICനേക്കാളും ഒരു പൊടിക്ക് കൂടിയിട്ടുണ്ട് ഇവിടെ. ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് മോർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ, ഇവിടെ എഴുതി വെക്കാം. എന്താണ് ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ? ഞാനിതൊക്കെ റിപ്പീറ്റൊക്കെ ചെയ്യും കേട്ടോ, ഞാനിതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇവിടെ എഴുതി വെക്കാം. ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. ക്രിറ്റിക്കൽ ആംഗിൾ അതായത് IC എന്താണ്? The rays will be internally reflected. The rays will be internally reflected. Internally reflected. ഇതിനെ പറയുന്ന പേരാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അത് സംഭവിക്കണമെങ്കിൽ ലൈറ്റ് മസ്റ്റ് ബി പാസിങ് ത്രൂ ദ ഡെൻസർ മീഡിയം. The light must be passing through the denser medium. ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ കൂടി തന്നെയായിരിക്കണം പാസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ദ ഔട്ടർ മീഡിയം മസ്റ്റ് ബി ലൈറ്റർ മീഡിയം. മനസ്സിലായല്ലോ? ദ ലൈറ്റ് ഇവിടെ എഴുതി വെക്കാം, ഇവിടെ എഴുതാം, വായിക്കാൻ പറ്റുന്നില്ല. സപ്പോസ് അപ്പോൾ ലൈറ്റ് ഇവിടെ എഴുതി വെക്കാം. ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ലൈറ്റ് മസ്റ്റ് ബി പാസിങ് ത്രൂ, അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേ മസ്റ്റ് ബി പാസിങ് ത്രൂ ദ ഡെൻസർ മീഡിയം. ഇൻസിഡൻറ്റ് റേ ചുരുക്കി എഴുതുള്ളൂ കേട്ടോ. ഡെൻസർ മീഡിയം. നമ്മൾ ഇൻസിഡൻറ്റ് റേ ഡെൻസർ മീഡിയയിലായിരിക്കണം. ഔട്ടർ മീഡിയം മസ്റ്റ് ബി പുറത്തുള്ള മീഡിയം. ഔട്ടർ മീഡിയം ഈസ് റയറർ മീഡിയം. ഇൻസിഡൻറ്റ് റേ പാസ് ചെയ്യുന്നത് ഡെൻസർ മീഡിയ ആയിരിക്കണം, അല്ല ഗ്ലാസോ അങ്ങനത്തെ എന്തെങ്കിലും. പുറത്തുള്ള മീഡിയം ഔട്ടർ മീഡിയം റയറാണ്, എയർ പോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള മീഡിയ ആയിരിക്കണം. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലോട്ട് കടക്കുമ്പോൾ നോർമലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ട്രെൻഡ് ഒന്ന് നല്ലപോലെ നോക്കുമ്പോൾ ക്രിറ്റിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിട്ടുള്ള ആംഗിളിൽ ലൈറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ, ബൗണ്ടറിയിൽ എത്തുകയാണെങ്കിൽ, ക്രിറ്റിക്കൽ ആംഗിളിനേക്കാളും കൂടുതലുള്ള ആംഗിളിനോട്ട് ലൈറ്റ് റേ ബൗണ്ടറിയിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് പുറത്തോട്ട് പോവാതെ ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്യും. ഇതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഇതൊന്ന് ഡെറിവേഷൻ ഫുള്ളും പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഡൗട്ട് നീ പറയണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ സ്നെൽസ് ലോ ഉപയോഗിക്കാൻ പോവാണ്. ഏതിൽ ഈ IC വരുന്നതില്ലേ, അവിടെ ഞാൻ സ്നെൽസ് ലോ ഉപയോഗിക്കാൻ പോവാണ്. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് IC ആണ്. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താണ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രിയാണ്. R = 90 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നോർമലിനും റിഫ്രാക്റ്ററിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ്. അപ്പോൾ ഞാനിവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. സ്നെൽസ് ലോ ഞാനിതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്യാം. ഞാനിതൊന്ന് ഇപ്പോൾ തീരുത് ഇതിൻ്റെ ഡെറിവേഷന്. അപ്പോൾ അപ്ലൈയിങ് സ്നെൽസ് ലോ ഇവിടെ എഴുതിക്കോട്ടെ. അപ്ലൈയിങ് സ്നെൽസ് ലോ,
സൈൻ ഐ ബൈ സൈൻ ആർ, അതാണല്ലോ നമ്മൾ സ്നെൽസ് ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സ്നെൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു N2/N1. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ സൈൻ ഓഫ് ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ക്രിറ്റിക്കൽ ആംഗിളാണ്. ഇതിനേക്കാളും കൂടുതൽ വരുന്ന ആംഗിളെല്ലാം ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ സൈൻ ഓഫ് IC ഡിവൈഡ് ബൈ R എന്ന് പറഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രിയാണ്, കണ്ടാലറിയാം. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം. ഫസ്റ്റ് മീഡിയം എന്ന് പറഞ്ഞാൽ ഡെൻസറാണ്. ഇൻസിഡൻറ്റ് റേ വരുന്ന മീഡിയമാണ് ഫസ്റ്റ് മീഡിയം, റിഫ്രാക്റ്റഡ് റേ പോകുന്ന മീഡിയം സെക്കൻഡ് മീഡിയം. അപ്പോൾ N2/N1 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഔട്ടർ മീഡിയം. നമുക്കത് NR എന്ന് എഴുതി വെക്കാം. NR മാറിപ്പോകില്ലല്ലോ. NR എന്ന് പറഞ്ഞാൽ ഔട്ടർ മീഡിയം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ റെയർ മീഡിയം. എയർ ആണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിട്ട് എടുത്താൽ മതി. എയർ ആണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിട്ട് എടുത്താൽ മതി. N1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മീഡിയം, അത് ഡെൻസർ മീഡിയം ആണ്, NR/ND. ഇവിടെ സൈൻ 91 ആണ്, സൈൻ 91 ആണ്. അപ്പോൾ ക്രിറ്റിക്കൽ ആംഗിൾ കാണാനുള്ള ഫോർമുല ഇതാണ്, സൈൻ IC = NR/ND. ചില ബുക്കുകളിൽ ചിലപ്പോൾ 1/N എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ജനറലി NR എന്ന് എഴുതിയാൽ മതി. റയറർ മീഡിയം ചിലപ്പോൾ എയർ തന്നെ ആവണമെന്നില്ല. ഇത് ചിലപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലോട്ട് പോകുന്നതായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഇത് ബൈ ഹാർട്ടാക്കി വെക്കുക. സൈൻ IC = NR/ND. NR എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ റയറർ മീഡിയം, അതായത് ഔട്ടർ മീഡിയം. ND എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഡെൻസർ മീഡിയം. അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഭാഗം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും ഈ എഴുതിയത് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ എല്ലാവരും. ഇതേ സെയിം സാധനല്ലേ 10ാം ക്ലാസ്സില് ഒരു റെയിൻ ഡ്രോപ്പിന്റെ ഉള്ളിൽ വെച്ച് നമ്മൾ ഡയഗ്രാം പഠിച്ചത്? മറ്റേ റെയിൻബോ ഉണ്ടാവുന്നതല്ലേ അല്ലേ? അതെ, റെയിൻബോ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ചിട്ടാ. അത് മാത്രമല്ല കേട്ടോ, ആദ്യം തന്നെ ഒരു റിഫ്രാക്ഷൻ സംഭവിക്കും, പിന്നെ ഒരു ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും, പിന്നെ ഒരു റിഫ്രാക്ഷൻ കൂടി സംഭവിക്കും. പക്ഷേ ആ റെയിൻബോ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇപ്പോൾ ഡിലീറ്റഡ് ആണ്, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. മുമ്പ് ഉണ്ടായിരുന്നു, ഒരു 5-6 കൊല്ലം മുമ്പ് ഇതിൻ്റെ ഭാഗമായിട്ട് റെയിൻബോ പറയുന്നുണ്ടായിരുന്നു. റെയിൻബോയിൽ അവിടെ ഒരു ഡ്രോപ്പിനുള്ളിൽ ഒരു ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇത് എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യാം കേട്ടോ. കീർത്തി മനസ്സിലായോ? കീർത്തി എന്തെങ്കിലും ഭാഗം റിപ്പീറ്റ് ചെയ്യണോ? കീർത്തി, ഐഷയ്ക്ക് ക്ലിയർ ആയല്ലേ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ്? ഓക്കെ, ഇതൊരുപാട് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ടോ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രാക്ടിക്കൽ യൂസ് ഉണ്ടോ? മനസ്സിലായില്ലേ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കൊണ്ട് നമുക്ക് എന്തെങ്കിലും വല്ല പ്രയോജനം ഉണ്ടോ? ചില അപ്ലിക്കേഷൻസുകൾ അറിഞ്ഞിരിക്കുക. പ്രിസത്തിൽ നമുക്ക് പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പല രീതിയിലുള്ള പ്രിസം ഉണ്ട്. പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നോക്ക്. ചിലപ്പോൾ ചോദിക്കും ഡിഫൈൻ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം എഴുതാം ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്ക്. എന്നിട്ട് അതിൻ്റെ കൂടെ ചിലപ്പോൾ ഇതും കൂടി ചോദിക്കും ചിലപ്പോൾ. ആൻഡ് റൈറ്റ് എനി ടു അപ്ലിക്കേഷൻ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് പ്രിസം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസൈൻ ടു ബെൻഡ് ദ ലൈറ്റ് ബൈ 90 ഡിഗ്രി ഓർ 180 ഡിഗ്രി മേക്കിംഗ് യൂസ് ഓഫ് ദ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ലൈറ്റിന് 90 ഡിഗ്രി, അതല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഇമേജിന് 90 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം.
ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരെ കോപ്പി പേസ്റ്റ് ചെയ്തതാണ് ഇത്. ഈ ഡയഗ്രാം ഇങ്ങോട്ട് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, വേറെ അധികം ഇപ്പോൾ സിലബസിൽ നിന്ന് കുറച്ച് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റിനെ ഇമേജിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കിട്ടണം. ഇപ്പോൾ ഇവിടെ പ്രിസം നോക്കാം, നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ, പ്രിസം ഒരു 45 ഡിഗ്രിയിലുള്ള ഒരു പ്രിസമാണ്, ഒരു ഗ്ലാസ് സ്ലാബാണ്, ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് സ്ലാബാണ് പ്രിസം. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. എയിൽ നിന്ന് ലൈറ്റ് റേ ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്, ബിയിൽ നിന്നും ലൈറ്റ് റേ ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ നമുക്കൊന്ന് നോക്കിയാലോ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ നമുക്കൊന്ന് നോക്കിയാലോ. അതെ, ഇത് എയിൽ നിന്ന് വരുന്നൊരു ലൈറ്റാണ്. ഇതിങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇത് ഭയങ്കര നല്ല സ്ട്രോങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ആളാണ് കേട്ടോ. വളരെ സ്ട്രോങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ നോർമൽ വരയ്ക്കുക. ഈ ആംഗിളാണല്ലോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ വരുന്ന ലൈറ്റ്, ഈ പോകുന്ന ലൈറ്റ് ഇപ്പോൾ ഡെൻസർ മീഡിയത്തിൽ കൂടിയാണല്ലോ ഇത് പോകുന്നത് അല്ലേ. ഈ ഇത്രയും പോർഷൻ ഇപ്പം ഡെൻസർ മീഡിയത്തിലാണ് ഇരിക്കുന്നത്. റയർ മീഡിയത്തിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അല്ലേ. ഇയാൾ ഡെൻസർ മീഡിയത്തിലാണ് ഇപ്പം നിലവിലുള്ളത്. ഇയാൾ പുറത്തോട്ട് എസ്കേപ്പ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് എയറിലോട്ട്. പക്ഷേ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മേ ബി വിൽ ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഇത് വളരെ ചെറുതാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വല്ല 20 ഡിഗ്രി ഉള്ളൂ എന്ന് കരുതാം. അല്ല സോറി, ക്രിട്ടിക്കൽ ആംഗിൾ വല്ല 20 ഡിഗ്രിയൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കും. ഈ ആംഗിൾ 20 ഡിഗ്രിനേക്കാളും കൂടുതലാണ്. ഞാൻ പറഞ്ഞു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ബൈ ഹാർട്ടാക്കി തന്നെ വെക്കേണ്ടി വരും കേട്ടോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ പുറത്തോട്ട് എസ്കേപ്പ് ചെയ്യില്ല, ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്യും. ഇത് ഒരു ശരിക്കും നീറ്റായിട്ട് വരച്ചാൽ മനസ്സിലാവും. ഇത് 45 ഡിഗ്രിയാണ്, വരച്ചാൽ മനസ്സിലാവും. ഈ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്രിട്ടിക്കൽ ആംഗിൾ വല്ല 20 ഡിഗ്രിയൊക്കെ കാണുള്ളൂ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ അത് പുറത്തോട്ട് പോകാതെ ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്തു. ശരിക്കും പുറത്തോട്ട് പോകേണ്ട ആളായിരുന്നു, പുറത്തോട്ട് റിഫ്രാക്റ്റ് ചെയ്ത് പോകേണ്ട ആളായിരുന്നു. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിളാണ്. അങ്ങനത്തെ ഒബ്ജക്റ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകും. നോർമലായിട്ട് വരുന്ന ആൾ നോർമലായിട്ട് തന്നെ പോകും കേട്ടോ. അത് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നോർമലായിട്ട് വരുന്ന ആൾ നോർമലായിട്ട് തന്നെ പുറത്തോട്ട് എസ്കേപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ എ വന്ന ആൾ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ പോയി 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തി കേട്ടോ. ഇതേപോലെ തന്നെ ബിക്കും സംഭവിക്കില്ലേ. ഞാൻ ഇനി ഓരോന്നോരോന്ന് പറയണില്ല കേട്ടോ, നിങ്ങളത് നോക്കിയാൽ മനസ്സിലാവും. ഇതേ കാര്യം തന്നെ ബിയിൽ സംഭവിക്കും. ബിയിൽ നിന്ന് വരുന്ന റേ നേരത്തെ പറഞ്ഞ സെയിം പ്രിൻസിപ്പിള് പുറത്തോട്ട് ഇങ്ങനെ എസ്കേപ്പ് ചെയ്ത് പോവാതെ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്ത് ബിയിൽ നിന്ന് വരുന്ന റേ ഇങ്ങനെയും പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എ ബി എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അത് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെയായി മാറി 90 ഡിഗ്രി റൊട്ടേറ്റ് ആയി എന്ന് പറയാം അല്ലേ. എ ബി എന്ന് പറഞ്ഞൊരു ക്യാൻഡിൽ അല്ലെങ്കിൽ ക്യാൻഡിൽ എന്തെങ്കിലും ഒരു ലൈറ്റിൻ്റെ ഒരു സോഴ്സ് എ ബി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു എന്താ പറയുക ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഇത് തലകീഴായിട്ടല്ല 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വെച്ച ആൾ ഹൊറിസോണ്ടലായിട്ട് എനിക്കിവിടെ കിട്ടി. ഒരു റൊട്ടേഷൻ സംഭവിച്ചു. മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എഴുതിയിരിക്കുക. എഴുതിയിരിക്കണ്ട, ഓർത്ത് വെച്ചാൽ മതി. ഇതുപോലെ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞ സമയം കളയണില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സെയിം പ്രിസം തന്നെ വേറൊരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. 90, 40, 45 വരുന്ന വേറൊരു പ്രിസം വേറൊരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഞങ്ങൾ വേഗം പറഞ്ഞു പോകുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെയും ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ച് ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്, ഇമേജിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. എയിൽ നിന്ന് വരുന്ന ലൈറ്റ് നോർമലായിട്ട് വരുന്ന ആൾ നോർമലായിട്ട് തന്നെ എൻ്റർ ചെയ്യും. അതങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അവിടെ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. ഇങ്ങനെ വന്നു. ഇവിടെയും എഗെയിൻ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. നോർമലായിട്ട് വരുന്ന ആൾ നോർമലായിട്ട് തന്നെ പൊക്കോളും. ഓക്കെ. എ എന്ന് പറഞ്ഞത് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വന്നു. ഇവിടെ നമ്മൾ കോട്ടിങ്ങോ ഒന്നുമില്ല, സിൽവർ കോട്ടിങ്ങോ ഒന്നും വെക്കാതെ തന്നെ എ എന്നുള്ള റേനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തിച്ചു, കറക്കി ഇവിടെ എത്തിച്ചു.
ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴി. ഇതേപോലെ തന്നെയാണ് ബിക്കും സംഭവിക്കുന്നത്. ബി എന്ന് വരുന്ന റേ ഇവിടെ വെച്ചപ്പോൾ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ബിക്കോസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ ആയിരിക്കും. ഇങ്ങനെ വന്നു. ഇവിടെ എത്തിയപ്പോഴും എഗെയിൻ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇവിടെ തലകീഴായിട്ടാണ് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ചിലപ്പോൾ ചോദിക്കും യൂസിങ് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഷോ ദ ഡയഗ്രാം ഫോർ റൊട്ടേറ്റിംഗ് എൻ ഒബ്ജക്റ്റ് ബൈ 180 ഡിഗ്രി എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനൊക്കെ അങ്ങനെയാണല്ലോ, അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആണല്ലോ. അപ്പോൾ എ ബി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴി നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ തലകീഴായിട്ടാണ് വരുന്നത് അല്ല. ഇത് ബി എന്നാണല്ലോ, മോളിൽ നിന്ന് വായിക്കുമ്പോൾ ബി എ ആണ്. ബി എ ഇവിടെ മോളിൽ നിന്ന് വായിച്ചപ്പോൾ എ ഡാഷ് ബി ഡാഷ്. ഇത് തലകീഴായിട്ടുള്ള ഒരു ഇമേജ് കിട്ടി യൂസിങ് ദ പ്രിൻസിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇനി 180 ഡിഗ്രി നമുക്ക് വേറെ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യിക്കാം കേട്ടോ. ബി പോലെ തന്നെ സി വേറൊരു ടെക്നിക്കാണ്. എന്താണ് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഉണ്ട്. കുറച്ചും കൂടിയും ഒരു ട്രിപ്പീസിയം ഷേപ്പിലുള്ള, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഡൗട്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഒരു ട്രിപ്പീസിയം ഷേപ്പിലുള്ള ഒരു പ്രിസ് എടുക്കുക, ട്രിപ്പീസിയം ഷേപ്പിലുള്ളത്. എന്നിൽ വരുന്ന ഒരു റേ ഇങ്ങനെ വന്നു. റയർ മീഡിയം അല്ലേ, ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് ഡെൻസർ മീഡിയത്തിൻ്റെ ഉള്ളിലാണ്. ഇങ്ങനെ വരുന്ന ലൈറ്റ് അറിയാമല്ലോ, ഇതിൻ്റെ ഉള്ളിലോട്ട് റിഫ്രാക്ഷൻ വഴി ഉള്ളിലോട്ട് എൻ്റർ ചെയ്തു റയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് കിടക്കും. ഓക്കെ, റയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് എന്തായാലും കിടക്കുമല്ലോ, റിഫ്രാക്ഷൻ വഴി എൻ്റർ ചെയ്തു. ഓക്കെ, അതെങ്ങനെയാണ് വരണേന്നുള്ളത് നോർമലൊക്കെ വരച്ചിട്ടാണ്. അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണ് താഴത്തോട്ട് ബെൻഡ് ചെയ്തത് അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഡൗട്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഇവിടെ നോർമൽ വരച്ചു. ഈ ലൈറ്റ് റയറിൽ നിന്ന് ഡെൻസറിലോട്ട് കിടക്കാൻ പോവാണ്. റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് കിടക്കുമ്പോൾ നോർമലിൻ്റെ സൈഡിലോട്ട് ബെൻഡ് ചെയ്യും. അതായത് നേരെയല്ല പോവുക. നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് ലൈറ്റ് കിടക്കുമ്പോൾ നോർമലിൻ്റെ അടുത്തോട്ട് ബെൻഡ് ചെയ്യും. അങ്ങനെയാണ് ഈ ബെൻഡിങ് നടന്നത്. അത് മനസ്സിലായോ? കേട്ടോ? ഐഷ, ഗൗരി, കീർത്തി, ഗോകുൽ ആ പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? സേതുലക്ഷ്മി, നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. റയറിൽ നിന്ന് ഡെൻസറിലോട്ട് കിടക്കുമ്പോൾ നോർമലിൻ്റെ സൈഡിലോട്ട് ബെൻഡ് ചെയ്തു. ഈ പോകുന്ന ലൈറ്റ് ഇപ്പോൾ ഡെൻസറിലാണ് കേട്ടോ. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആൾ പാസിങ് ത്രൂ ദ ഡെൻസർ മീഡിയം. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലോട്ട് എസ്കേപ്പ് ചെയ്യാനോ പോവാണ് ഇയാൾ. ഈ ഡെൻസർ മീഡിയത്തിലുള്ള ലൈറ്റ് റേ പുറത്തോട്ട് റയറിലോട്ട് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബട്ട് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വല്ല 45ഓ 60ഓ അങ്ങനെ എന്തോ ഇരിക്കും. ഈസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. ക്രിറ്റിക്കൽ ആംഗിൾ വല്ല 25 ഡിഗ്രിയൊക്കെ ഉള്ളൂ എന്ന് കരുതിയാൽ മതി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. ബൈ ഹാർട്ട് തന്നെ ആക്കണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്യും, പുറത്തോട്ട് പോവാതെ. പിന്നെ ഇവിടെ സംഭവിച്ച പോലെയാണ്. ഇവിടെ വളരെ കുറവാണ് കേട്ടോ. മനസ്സിലായാലോ? ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് വെരി വെരി സ്മോൾ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വല്ല 5 ഡിഗ്രിയോ 6 ഡിഗ്രിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് വരച്ചൊരു മനസ്സിലാവും. അപ്പം ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കില്ല. ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മനസ്സിലായാലോ? വല്ല ഇത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്. വല്ല 5 ഡിഗ്രി 4 ഡിഗ്രി ആ റേഞ്ചിൽ വരുന്നുള്ളൂ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാവണം. ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാളും കൂടുതലല്ല. അപ്പം ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കാതെ പുറത്തോട്ട് പോകും, പുറത്തോട്ട് എസ്കേപ്പ് ചെയ്യും ബൈ സാറ്റിസ്ഫൈയിങ് സ്നെൽസ് ലോ. അതറിയാമല്ലോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസറിൽ നിന്ന് റയറിലോട്ട് കിടക്കുമ്പോൾ എവേ ഫ്രം നോർമലാണല്ലോ. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലോട്ട് കിടക്കുമ്പോൾ എവേ ഫ്രം നോർമലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇങ്ങനെ വന്ന ആൾ ഇവിടെ എത്തി, താഴത്തെ എ മോളിലായി. ഇതേപോലെ തന്നെയാണ് ബി. ഞാൻ വേഗം അധികം സമയമൊന്നും കളയുന്നില്ല ഇതിന് വേണ്ടി.
ബി ഇങ്ങനെ വന്നു, എയിൽ സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെ ബിയിൽ സംഭവിക്കുന്നുണ്ട്. റിപ്പീറ്റേഷൻ ഒഴിവാക്കുകയാണ്. എയിൽ സംഭവിച്ച അതേ കാര്യം തന്നെ ബിയിലും സംഭവിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് അല്ല, സോറി, മോളിൽ നിന്ന് വായിക്കുമ്പോൾ ബി എ അല്ലേ, മോളിൽ നിന്ന് വായിക്കുമ്പോൾ ബി എ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എ ബി ആയിട്ട് തലകീഴായിട്ട് കാണും. അപ്പോൾ 180 ഡിഗ്രി ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ചോദിച്ചാൽ വരയ്ക്കാൻ പറ്റണം. അപ്പോൾ 180 ഡിഗ്രി രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ചെയ്യാം, ഇവിടെയും ചെയ്യാം. ഇത് 90 ഡിഗ്രി റൊട്ടേഷനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോട്ടിംഗ് ഇല്ലാതെ ആ ആംഗിളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വഴി, ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴി നമുക്ക് ഇമേജിനെ ഇഷ്ടമുള്ള ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും നോട്ട് ചെയ്യുക, കഴിഞ്ഞാൽ പറയണം കേട്ടോ. ഇത്രയും പറഞ്ഞതിൽ ഏതെങ്കിലും ഭാഗം റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അങ്ങനെ എക്സാമിനൊന്നും ചോദിക്കുകയൊന്നുമില്ല, ചിലപ്പോൾ ഇത് വരയ്ക്കാനായിരിക്കും പറയാം. നോക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ് കേട്ടോ. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾ ഈ ഡയഗ്രാം ശരിക്കും ഒന്ന് നോക്കുക, എന്തെങ്കിലും മനസ്സിലാവുന്നില്ല ചോദിച്ചോ. കഴിഞ്ഞാൽ 100% ക്ലിയർ ആയാൽ മാത്രം റൈസ് ഹാൻഡ് ചെയ്യുക. ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടി വരും കേട്ടോ, ഡൗട്ട് ചോദിക്കാം. ഗോകുൽ, കീർത്തി, ഐഷ ഓക്കെയാണ്, ക്ലിയർ ആയിട്ടുണ്ട്. ഗൗരി ഓക്കെയാണ്. കഴിഞ്ഞു, എല്ലാവരെയും ഓക്കെയാണ്. ഇവിടെ നോക്ക്, വേറൊന്ന് ഇതറിഞ്ഞിരുന്നാൽ മാത്രം മതി. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ഒരു വേറൊരു അപ്ലിക്കേഷൻ അല്ല, ഒരു ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്നത് ഡയമണ്ട്. എല്ലാവരോടും നോക്കി, ഡയമണ്ട് എന്നിങ്ങനെ ഭയങ്കര ബ്രൈറ്റായിട്ട് കാണുന്നത് അല്ല, ഒരു ലൈറ്റൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, ഒരു റൂമിനകത്ത് വേറെ ലൈറ്റുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഡയമണ്ട് ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റായിട്ട് കാണുന്നത് എന്താ കാരണം? ആർക്കെങ്കിലും അതിൻ്റെ റീസൺ പറയാൻ പറ്റുമോ? ബ്രൈറ്റ്നെസ് ഓഫ് ദ ഡയമണ്ട്, എനിബഡി? അല്ലെങ്കിൽ ലൈറ്റ് ഇതിനകത്ത് വീണാലും മതി അല്ലേ? കുറച്ച് ലൈറ്റ് ഇതിനകത്ത് എൻ്റർ ചെയ്താൽ മതി, ഇത് ഭയങ്കര തിളങ്ങുമല്ലോ നല്ലപോലെ. എന്താ ഇതിനുള്ള കാരണം? അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇവിടെ നോക്കി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഡയമണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. ഡയമണ്ടിൻ്റെ പ്രത്യേകത ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ആൾ ഡയമണ്ടാണ്. ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഡയമണ്ടിന്. ഗ്ലാസ് വാട്ടർ പോലെയല്ല. അപ്പോൾ നമ്മളെ ക്രിറ്റിക്കൽ ആംഗിൾ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിറ്റിക്കൽ ആംഗിൾ കാണാനുള്ള ഫോർമുല NR/ND എന്നാണല്ലോ. ഇത് ഞാൻ ഫോർമുല ബോക്സിനുള്ളിൽ ഇട്ടതാണ്.
ക്രിട്ടിക്കൽ ആംഗിൾ കാണാനുള്ള ഫോർമുല ഇതാണ്. അപ്പോൾ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആകുമ്പോൾ എൻ്റെ ആണല്ലോ ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഡെൻസർ മീഡിയം ഇയാൾ ഭയങ്കര കൂടുതലാണ്. ആര്? ഡയമണ്ടിൻ്റെ കേസിൽ ഇയാൾ ഭയങ്കര കൂടുതലാണ്. ദിസ് വൺ ഈസ് ഹൈ. ഇത് റയറാണ്, അത് 1 ആണ്. പുറത്തിരിക്കുന്നത് എയർ അല്ലേ, എയറിൽ നിന്നാണല്ലോ നമ്മൾ നോക്കുന്നത്. NR പുറത്തുള്ള മീഡിയം അത് എയറാണ്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. താഴത്തെ ആൾ ഭയങ്കര ലാർജാണ്. ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹൈ ആണ്. താഴത്തെ ആൾ വളരെ കൂടുതലായതുകൊണ്ട് 1/a വെരി ലാർജ് നമ്പറായി അല്ലേ. 1/a വെരി ലാർജ് നമ്പർ ബിക്കംസ് എ വെരി സ്മോൾ നമ്പർ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം കേട്ടോ. വെരി സ്മോൾ നമ്പർ എങ്ങനെ വെരി സ്മോൾ നമ്പറായി? ന്യൂമറേറ്റർ 1 ആണ്, കാരണം എയർ ആണ് പുറത്തിരിക്കുന്നത്. താഴെയുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഡയമണ്ട് ആണ്, അത് ഭയങ്കര ഹൈ ആണ്, 2.5 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ താഴത്തെ ആൾ ഭയങ്കര ഹൈ ആയതുകൊണ്ട് 1/a വെരി ലാർജ് നമ്പർ അല്ലേ. 1/a വെരി ലാർജ് നമ്പർ വിൽ ബി എ വെരി സ്മോൾ നമ്പർ. സൈൻ ഓഫ് IC ചെറുതാണെങ്കിൽ സ്വാഭാവികമായിട്ടും IC ചെറുതാണ്. IC ഈസ് വെരി സ്മോൾ. എത്രയാണ്? 10 ഡിഗ്രിയോ, എനിക്ക് കറക്റ്റായിട്ട് ഓർക്കണില്ല, 12 ഡിഗ്രിയോ 30 ഡിഗ്രിയോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ വെറുതെ ചുമ്മാ ഒരു നമ്പർ പറയട്ടെ. 10 ഡിഗ്രി ചുമ്മാ ഇരിക്കട്ടെ. 10 ഡിഗ്രിയാണ് ക്രിട്ടിക്കൽ ആംഗിൾ വിചാരിക്കുക. അപ്പോൾ 10 ഡിഗ്രീനേക്കാളും കൂടുതലുള്ള ലൈറ്റ് റേസുകളെല്ലാം ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്യും. നമ്മളെ ഡയമണ്ടാണത്. ഈ കാണിച്ചിരിക്കുന്നത് ഡയമണ്ടാണ്. പുറത്തുനിന്നുള്ള ലൈറ്റ് എങ്ങനെയോ ഇതിനകത്ത് എൻ്റർ ചെയ്തു. പുറത്തുനിന്നുള്ള ലൈറ്റ് എങ്ങനെയോ ഇതിനകത്ത് എൻ്റർ ചെയ്തു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എല്ലാം മിക്കവാറും നല്ല ചാൻസ് ഉണ്ട്. 10 ഡിഗ്രീനേക്കാളും കൂടുതലാവാനുള്ള നല്ല സാധ്യതയുണ്ട്. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിട്ടുള്ള എല്ലാ ആൾക്കാരും ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്യും. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിട്ടുള്ള എല്ലാ റേസും ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്യും. 10 ഡിഗ്രീനേക്കാളും കൂടുതൽ ഒരുപാട് ആംഗിളുകളുണ്ട്. അപ്പോൾ അല്ലേ മിക്കവാറും ഇതിനകത്ത് എൻ്റർ ചെയ്യുന്ന, ഇതിനകത്ത് കടക്കുന്ന ലൈറ്റ് റേസുകൾ മിക്കവാറും നോക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മിക്കവാറും ഈ 10 ഡിഗ്രീനേക്കാളും കൂടുതലായിരിക്കും. ചെറിയ ആംഗിളല്ലേ ഇത്. അപ്പോൾ ഇതിനേക്കാളും കൂടുതലായിട്ട് വരുന്ന ആൾക്കാർ മുഴുവനും ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്യും. ഇങ്ങനെ വന്ന ആൾ ഇവിടെ ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ വരുന്ന ഇൻസിഡൻസ് എഗെയിൻ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ്. അപ്പോൾ വീണ്ടും റിഫ്ലക്റ്റ് ചെയ്തു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഒരു ലൈറ്റ് റേസിന് മാത്രമല്ല, ഈ വരുന്ന മിക്കവാറും ഇതിനകത്ത് എങ്ങനെയോ ഉള്ളിൽ കടക്കുമല്ലോ ലൈറ്റ് റേസ്, എങ്ങനെയെങ്കിലും ഉള്ളിലോട്ട് കടക്കുമല്ലോ. ഇതിനകത്ത് എങ്ങനെയോ എത്തിപ്പെട്ട ലൈറ്റ് റേസ് മുഴുവനും പുറത്തോട്ട് എസ്കേപ്പ് ചെയ്യാതെ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, പുറത്തോട്ട് എസ്കേപ്പ് ചെയ്യുകയില്ല. അപ്പോൾ എല്ലാ ലൈറ്റ് റേസിനെയും ഇത് ട്രാപ്പ് ചെയ്യുമെന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. പുറത്തുനിന്നുള്ള എല്ലാ ലൈറ്റ് റേസിനെയും ഇത് ട്രാപ്പ് ചെയ്യും. കെണി പോലെ, മനസ്സിലായില്ലേ? കെണി പോലെ ഇതിനകത്ത് കയറിക്കറിഞ്ഞ എങ്ങനെയോ കയറിപ്പെട്ട ആൾ ഒരിക്കലും പുറത്തോട്ട് പോവില്ല. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ലൈറ്റ് റേസുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ ഭയങ്കര ബ്രൈറ്റായിട്ട് കാണേണ്ടതല്ലേ അല്ല? തിങ്ങി നിറഞ്ഞിരിക്കുക ഇതിനകത്ത് ലൈറ്റ് റേസുകൾ മൊത്തത്തിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഡയമണ്ട് ഭയങ്കര ബ്രൈറ്റായിട്ട് കാണാൻ പറ്റും. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ ആണോ? എവിടെ ഇതൊരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞതാണ്. ഞാൻ സെൻറ്റൻസിലൊന്നും എഴുതണില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് വെരി സ്മോൾ. ഡയമണ്ടിൻ്റെ കേസിൽ ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് വെരി സ്മോൾ. അപ്പോൾ ദ ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് ദ ഡയമണ്ട് വിൽ ബി ഇൻറ്റേർണലി റിഫ്ലക്റ്റഡ്. ഓൾമോസ്റ്റ് ഓൾ ദ ലൈറ്റ് റേസ് എൻ്ററിങ് ദ ഡയമണ്ട് വിൽ ബി ഇൻറ്റേർണലി റിഫ്ലക്റ്റഡ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഡയമണ്ട് ബ്രൈറ്റായിട്ട് കാണും. ഓക്കെ, അപ്പോൾ ഇത് വെറുതെ എഴുതി വെച്ചാൽ മതി, വേറൊന്നും വേണ്ട. ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ക്ലിയറായി, 100% ക്ലിയറായി എന്നുണ്ടെങ്കിൽ റേസ് ഹാൻഡ് ചെയ്യാം.
ഓക്കെയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഒപ്റ്റിക്കൽ ഫൈബറും കൂടിയും ഒരു ആപ്ലിക്കേഷനായിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നെടുത്തതിൽ എന്തെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അപ്പോൾ നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണേ. ഓക്കെ. നിങ്ങൾ കഴിഞ്ഞെങ്കിൽ ലീവ് ചെയ്യാം.